സുഹൃത്തുക്കൾ, ഞാൻ പയേരി അവറാണ്. കുയ്മണ്ണ പഞ്ചായത്തിൽ മേലേകീശ്ശേരി എന്ന സ്ഥലത്താണ് എത്തി. അപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണം ഒരുപാട് ആൾക്കാർ ഗൾഫിൽ നിന്ന് ഇങ്ങോട്ട് വരാൻ നിൽക്കുകയാണ്. സംഗതി വരുമ്പോൾ സന്തോഷം ഉണ്ട് എന്ന് കൂടിയിട്ട് എല്ലാവരുടെ മുമ്പിലും ചെറിയൊരു സങ്കടം ഉണ്ടാവും. കാരണം ഇവിടെ വന്നാൽ എന്താ ചെയ്യാന്നുള്ളത്. അപ്പം ഞാൻ നിങ്ങളോടൊക്കെ പറയണം എന്താ വെച്ചാൽ, ഇവിടെ വരുമ്പോൾ നിങ്ങളൊരു സങ്കടം കരുതണ്ട. ഞാൻ നിങ്ങളെ മാതിരി 2014 പിന്നെ ജിദ്ദ വിട്ട് സർഫ്യ വിട്ടുകൊണ്ട് ഇങ്ങോട്ട് വന്ന ഒരാളാണ്. എല്ലാവർക്കും ഒരേ 2014 മുമ്പുള്ള പിന്നെ എല്ലാ KMCCൻ്റെ നേതാക്കന്മാർക്ക് അരിമ്പറ അബൂബക്കർ, പിന്നെ നമ്മളെ CK സാക്കിർ, അതേമാതിരി തന്നെ പിന്നെ KP മുഹമ്മദ് കുട്ടിയാക്ക, അങ്ങനെ അന്നത്തെ പിന്നെ ഇസ്മായിൽ മുണ്ടക്കുളം, അന്നത്തെ ലീഗിൻ്റെ എല്ലാ പിന്നെ KMCC നേതാക്കന്മാർക്കും എന്നെ അറിയാം. അതിൽ ആകെ എനിക്ക് കിട്ടിയ ആകെ ഉള്ളൊരു സന്തോഷം എന്ന് വെച്ചാൽ, ഞാൻ പിന്നെ ഇവിടുത്തെ എല്ലാ മുതിർന്ന നേതാക്കന്മാരായിട്ട് ബന്ധപ്പെടാൻ കഴിഞ്ഞെന്നുള്ളതാണ്. അതിലേറെ ഉപരി നമ്മളെ മരിച്ചുപോയ സിയാബ് തങ്ങൾക്ക് പിന്നെ അന്ന് മൂപ്പർക്ക് വീൽ ചെയറിലാണ് അന്ന് കൊണ്ടുവന്ന ഓഡിറ്റോറിയത്തിൽ അന്നൊരു കോളർ മൈക്ക കുത്തി കൊടുക്കണം, മൂപ്പർക്ക് സ്റ്റേജിൽ കയറാത്തതുകൊണ്ട്. അപ്പോൾ അങ്ങനെയുള്ള മൂപ്പര അടുത്ത് പെരുമാറാനുള്ള ഒരു ഇതുകൂടി കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് വെച്ചാൽ, വരുന്ന ആൾക്കാർ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട. നാളെ ഞാൻ എന്താക്കും, കുട്ടികളെ കെട്ടിച്ചാൻ എന്താക്കും, മറ്റേതാക്കും എന്നുള്ള വെച്ചാൽ ഒരു സങ്കടം ആർക്കും പാടില്ല. ഇവിടെ വന്ന് കഴിഞ്ഞ് എന്ത് ചെയ്താലോ, തൊള്ളിയും കാട്ടിക്കാണ്ട് അങ്ങോട്ട് കൂടി നടക്കാൻ മതി. ഒന്ന് പാരായിട്ട് പറയണം, കുടുംബക്കാരെ കണ്ട് ഇങ്ങോട്ട് വരണ്ട. പിന്നെ അതേമാതിരി തന്നെ കടം കൊടുത്തുന്ന അത് കിട്ടുമെന്ന് വിചാരിച്ച് ഇങ്ങോട്ട് വരണ്ട. കടം ചോദിച്ചിട്ട് തല്ലും കിട്ടും, പോരാത്തത് പിന്നെ ചവിട്ടും കിട്ടും. അപ്പോൾ അതുകൊണ്ട് അത് ചോദിച്ചണ്ട. നമുക്ക് നമ്മളെന്നെ ഉണ്ടാവുള്ളൂ എന്ന് വിചാരിച്ചിട്ട് മാത്രം വരിക. ഇങ്ങോട്ട് എന്ത് ചെയ്യുക വെച്ചാൽ, ഓരോരുത്തർക്ക് പലയാതി പിന്നെ പണി കൂടി ഉണ്ട് ഇവിടെ ഇപ്പോൾ പണിക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബംഗാളിയൊക്കെ നമ്മൾ പൈസ കൊടുക്കുന്നത് 800, 900, 1000 രൂപ കൂലി കൊടുക്കുന്നത്. 1000 എന്ന് പറഞ്ഞാൽ അടുത്ത 60 റിയാൽ, 50 റിയാലായി. അതിന് ചിലവില്ല, കുന്തമില്ല. നന്ന രാവിലെയാണ് തുടങ്ങിയാൽ ഒരു 7 മണിക്ക് വന്നു കഴിഞ്ഞാൽ 8:30 മണിയാകുമ്പോഴേക്കും ചായയും പിന്നെ അതിക്ക് ഒരു ചെറിയൊരു കടിയും. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 10 മണിക്ക് പിന്നെ ചായയും അതിക്കുള്ള പൊറാട്ടി എല്ലാ സാധനവും കൊടുക്കും. പൊറാട്ട എന്താ വെച്ചാൽ പിന്നെ അഥവാ ഇറച്ചില്ലെങ്കിൽ ഈ കോസ്റ്റ് നെയ്യേ ബായ് സാബ് എന്ന് പറയും ആര് ബംഗാളികൾ. കോസ്റ്റ് നെയ്യാണ്. അപ്പോൾ കോസ്റ്റ് ഇല്ലാഞ്ഞാൽ ഇറച്ചില്ലാഞ്ഞാൽ ഒരു തിന്നൂല. പിന്നെ ഉച്ചയ്ക്ക് ചോറ് 4 മണിക്ക് പോകാനാകുമ്പോഴേക്കും 900 രൂപ കൂലിയാണ്. ഇത് നിങ്ങൾക്ക് ഏത് അറബികൾ അവിടെ തീർന്നു കഴിഞ്ഞാൽ കിട്ടാമെന്ന് നിങ്ങൾ ആലോചിക്കുകയാണ്. അപ്പോൾ ഇവിടെ വരുന്ന എല്ലാവർക്കും ഉള്ള പ്രശ്നം എന്താ വെച്ചാൽ, ആരും പണിയെടുക്കില്ല. ഒന്ന് മോട്ടോർ സൈക്കിൾ എടുത്തിട്ട് ഇങ്ങനെ കറങ്ങി നടക്കും, അല്ലെങ്കിൽ പീടിയിൽ സുര്യാൻ കൊടുക്കുമ്പോൾ പോകും, ആരാൻ്റെ നോണ അറിയിങ്ങോട്ട് 100 കൊടുക്കുമ്പോൾ പെരേക്ക് വരും, കഞ്ഞി കുടിച്ച് SR സ്കെച്ച് പിന്നെയും പോകും, നോണ അറിയാൻ പിന്നെ 2ാമത് വീനാരം കണ്ടു വരും. അപ്പോൾ അതിൽ നിൽക്കാണ്ട് ഉള്ള കുപ്പയിലാവുന്നാൽ എന്ത് ചെയ്യുക, കൃഷി ഉണ്ടാക്കുക. അപ്പോൾ കണ്ടില്ല എൻ്റെ കൃഷി കൊണ്ട് കാണുക. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഒരു തോന്നലുണ്ടോ, പഠിച്ചോ എൻ്റെ സ്ഥലമൊക്കെ ഞാൻ പെരെടുത്തല്ലോ എന്ന്. ശരിയാണ്, നമ്മളെല്ലാവരും പെരെടുത്തില്ല കണ്ടമാനം. ഈ പെരെടുത്ത് എന്തിനാ വെച്ചാൽ, ഓരോരുത്തർ 1 ഏക്കർ സ്ഥലത്ത് എന്ത് ചെയ്താൽ 4 ഏക്കറ പെരയും 3/4 ഏക്കറ മിറ്റും പിന്നെ കട്ടിയാക്കി. ഇതേമാതിരി ഇതൊക്കെ ഇപ്പം ഞാൻ അതിന് പകരം കണ്ടുവയ്ക്കാൻ നിങ്ങൾ ആകെ ഒരു വണ്ടി നിർത്താൻ മാത്രമേ കട്ടിട്ടുള്ളൂ. ഇനി വലിയ കട്ടിട്ട ആൾക്കാർ പേടിച്ചോണ്ട് കേട്ടോ. നിങ്ങൾക്ക് വലിയ 3/4 മീറ്റർ ഞാൻ ഒക്കെ കട്ടിട്ടാണ്. ഇനിയിപ്പോൾ എനിക്ക് കൃഷി ചെയ്യാൻ സ്ഥലം ചെയ്യല്ല റബ്ബേന്ന് വിചാരിച്ചാൽ നിങ്ങൾ പേടിച്ചണ്ട. അത് നിങ്ങളൊരു കാര്യം ചെയ്താൽ ഇതൊക്കെ ഇതേമാതിരി ഒരു കട്ടെടുക്കുക. നിങ്ങൾ കണ്ടില്ലേ, ഇതങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് പിടിച്ചതാ. ഇതുണ്ടോ, ഞാനൊരു കട്ടെടുത്താൽ ഇവിടെ മുള വെച്ച് അവിടെ എനിക്കൊരു ബായ വെച്ചേക്കാണെങ്കിൽ ഇപ്പോൾ കുഴച്ചിക്കാണ്ട് വെട്ടിക്കാണ്ട് ഇപ്പോൾ ഒരു 10 കിലോ അരിക്കുള്ള കായി അതിന് ഇതൊക്കെ അതേമാതിരി ഇതൊക്കെ ഇവിടെ ഒരു മുള വെച്ച് കണ്ടില്ലേ. ഇതൊക്കെ ഞാൻ ഒരു കട്ടെടുത്തതിൻ്റെ ഇടയിൽ വെച്ചാൽ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, കട്ട മീവ് എടുക്കണ്ട, ഇടയ്ക്കിടയ്ക്ക് ഓരോ കട്ട ഇങ്ങനെ എടുക്കുക. ഇവിടെ നിന്ന് കട്ടെടുക്കുക, അവിടെ ഒരു ബായ വെക്കുക, ഇവിടെ നിന്ന് കട്ടെടുക്കുക, ഇവിടെ ഒരു കൊമ്പ് പൂളെത്തുക, ഇവിടെ നിന്ന് കട്ടെടുക്കുക, ഇവിടെ ഒരു ലേസം ചേമ്പ് ഇടുക, പിന്നെ ഇവിടെ നിന്ന് കട്ടെടുക്കുക, ഇവിടെ കുറച്ച് പയർ നടുക, ഇവിടെ ഒരു കട്ടെടുത്ത് കണ്ട് ഇവിടെ ലേസം മുളക് നടുക. അപ്പോൾ എല്ലാം ഇവിടെ നിന്നായി. പക്ഷേ ഈ കട്ടങ്ങൾ എടുത്താണ്ട് എന്ത് ചെയ്യണമെന്നറിയോ, ഈ കട്ടെടുത്തുകൊണ്ട് ഒറ്റ ഒന്നും നിങ്ങൾ കേടിയെത്തരുത്. ഈ കട്ടങ്ങൾ എടുത്തോണ്ടൊക്കെ കെക്കി നന്നാക്കി അട്ടി ഇങ്ങനെ വെക്കുക. എത്തിനറിയോ, കുറച്ച് കഴിഞ്ഞാൽ മലയാളിക്ക് ഗൾഫിൽ ചെല്ലുമ്പോൾ ഇനിയും ചെല്ലാൻ വേണ്ടി ചെന്നിട്ട് ഇനി വലിയ കാര്യമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെ മുത്തപ്പക്ക് വിടാനും മുട്ട പൊറാട്ട ചൂടാനൊക്കെ അറബികൾ പഠിച്ചോളും. അവിടെ ചവിട്ടി പുറത്താ കുഞ്ഞാണ്ട് ചെന്നിട്ടുണ്ടെങ്കിൽ. അപ്പോൾ കയ്യിലോ മിക്കാറും ഇനി പോലുണ്ടാവില്ല. ഇപ്പം ഇവിടെ വലിയ ചിലവില്ല. അന്ന് 500, 600, 1000 ഒക്കെ ചിലവുണ്ട്. അന്ന് തളക്കുന്ന ടൈമേനി. ഇപ്പോൾ ഇവിടെ ആകെ 100 ഉറുപ്പ്യ ഉണ്ടാവും ഒരു മനുഷ്യന് കഴിഞ്ഞൂടാ. അപ്പോൾ ആകെയുള്ള സമാധാനം അതാ. വലിയ ചിലവില്ല, വലിയ പിരിവാര് വരില്ല. പിന്നെ പള്ളിക്കൊക്കെ വലിയ പിരിവേണ്ട, കല്യാണത്തിന് വലിയ പിരിവേണ്ട, മറ്റേടുണ്ട്. എല്ലാവരും അറിയാൻ മാതിരിയാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ധൈര്യമായിട്ട് പോകുന്നോളി. പിന്നെ കുട്ടികളെ കെട്ടിച്ചാൽ ഒരൊറ്റ കുട്ടികൾ പണ്ണം കൊടുക്കണ്ട. ഇപ്പോൾ ആരും പണ്ണം ചോദിച്ചില്ല, എങ്ങനെയെങ്കിലും പെൺകുട്ടികളെ കിട്ടിയാൽ മതിയോ എന്നാണ് പറയുന്നത്. ഇന്നോട് തന്നെ 14 ആൾക്കാർ ഏതെങ്കിലും ഒരു പെൺകുട്ടി കിട്ടാണ്ടോന്ന് കുറച്ച് നെറുകൂടിനെ പറയേണ്ട വെറുതെ കൊണ്ടുപോകും. അഥവാ പണ്ടും പൈസയും ചോദിച്ച് വരുന്ന പോലെ വലിയ തള്ളമട്ടലെടുത്താണ്ട് അടിച്ച് പായിപ്പിച്ചോളുണ്ട് കേട്ടോ. ഒറ്റ കുട്ടികൾ പൊന്നും പണ്ണം കൊടുക്കണ്ട. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ വീഡിയോ കാണണം, എല്ലാവർക്കും ഷെയർ ചെയ്യണം. നമ്മളെ ഗൾഫ് സഹോദരന്മാർക്കൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയോ, എല്ലാവർക്കും ഇത് അയച്ചു കൊടുക്കണം. കാരണം എന്താ പറയുക, എല്ലാവരും കുറേ വിഷമത്തിൽ വരിക. കാരണം അപ്പോൾ നിങ്ങൾ ഒന്നുകൂടി പറയാൻ വെച്ചാൽ ഇങ്ങോട്ട് വരുന്നത് നിങ്ങൾ പേടിക്കേണ്ട, നല്ല നിലക്ക് ഇങ്ങോട്ട് പോരി, എല്ലാവരും നന്നാവും, ആർക്കും ഒരു പ്രശ്നമില്ല. ഇത് കുറേ മുമ്പ് നമ്മൾ ചെയ്യേണ്ടതേനി, ഇത് കുറച്ച് നേരം വൈകി. ഇപ്പോൾ ഈ വലിയ ഈ പൊട്ടനീച്ച ഉള്ളതുകൊണ്ടാണല്ലോ എല്ലാവരും വരുന്നത്. ഈ പൊട്ടനീച്ച കടിച്ചുകൊണ്ട് കുറേ ആൾക്കാർ മരിച്ചില്ല, അതുകൊണ്ടാണ് ഇപ്പോൾ എല്ലാവരും വരുന്നത്. അപ്പോൾ ഈ പൊട്ടനീച്ച നമ്മളെ കയറിന് വന്നാന്ന് കൂട്ടിയാൽ മതി കേട്ടോ. അപ്പോൾ
അപ്പോൾ എന്തെന്ന് പറയുക ഈ കോവിഡ് ഉണ്ടായിട്ടാണല്ലോ ഇപ്പോൾ എല്ലാവരും നിങ്ങൾ പിന്നെ ഇതുണ്ടായത് അതിനാണ് ഈ പൊട്ടനീച്ചാറിന് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇങ്ങോട്ട് പോരി. അപ്പോൾ ഇവിടെ ഈച്ചൻ്റെ പ്രശ്നം ഇവിടെ ഇല്ല, അവിടെ ആണെങ്കിൽ ഈച്ചൻ്റെ പ്രശ്നമാണ്. പിന്നെ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു കേട്ടോ. പിന്നെ അഥവാ കുറച്ച് പൈസ മുക്കാലൊക്കെ പെട്ടിട്ടുള്ളവരുണ്ടല്ലോ, ഓല് നിങ്ങൾ വിചാരിച്ചു എനിക്ക് പണി ചെയ്യലൊന്നും. ഓൾക്ക് എന്തായാലും പണിയില്ല. കാരണം എന്താ വെച്ചാൽ തരും, ഓൾക്ക് ആധാർ ലിങ്ക് ചെയ്യുക, എനിക്ക് റേഷൻ കാർഡ് ലിങ്ക് ചെയ്യുക, പഞ്ചായത്ത് പോവുക, വില്ലേജ് പോവുക, പഞ്ചായത്ത് പോവുക, പോലീസ് സ്റ്റേഷനിൽ പോവുക, കളക്ടർ ഓഫീസിൽ പോവുക. അപ്പോൾ ഓൾക്ക് ഒരു ഒഴിവാട് ഉണ്ടാവില്ല. അപ്പോൾ വെറുതെ ഓൾക്കും ഇവിടെ പണിയുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു പേടി നിങ്ങൾ പേടിച്ചോണ്ട് കേട്ടോ. അപ്പോൾ അത് അങ്ങനത്തെ ഒരു പ്രശ്നമുള്ളവരാണെങ്കിൽ അങ്ങനത്തെ ഇവിടെ പണിയുണ്ട്. അപ്പോൾ ആരും വെറുതെ കണ്ടി വരില്ല. ഓക്കെ. പിന്നെ ഞാൻ നോക്കണ്ടല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഇവിടെ നിന്നിട്ട് ആദ്യം എന്നറിയോ, ഇതാ നോക്കി ഞാൻ ഇപ്പോൾ കൈക്കോട്ട് എത്തപ്പോൾ എൻ്റെ തോട്ടൊക്കെ ഒന്ന് ഞാൻ കാട്ടിത്തരും. ഒരു 2 മിനിറ്റ് കൊണ്ട് കുട്ടികളൊക്കെ ഒന്ന് കാട്ടിത്തരും. ഇതൊക്കെ നോക്കി ബാക്കല വലിച്ചിട്ട് നോക്കി, ഇതെൻ്റെ മിറ്റത്ത കണ്ടോ, ഇത് കണ്ടങ്ങൾ, ഇത് ബാക്കല വലിച്ചിക്കാണ്. അതേമാതിരി ഇതൊക്കെ എന്താ ചേമ്പ്, പൂള, കാവുത്ത് എല്ലാ സാധനവും എൻ്റെ കുപ്പയിലുണ്ട്. പിന്നെ അടുക്കളയിൽ നിന്ന് ഇങ്ങോട്ട് എത്തിനോട് തന്നെ മുളക്. അപ്പോൾ അതുകൊണ്ട് പറിച്ച് കറി കണ്ടിടും. വെണ്ടയ്ക്കയാണെങ്കിൽ അതിൻ്റെ ചുറ്റോടിച്ചും വെണ്ടയ്ക്ക കറിക്ക് കാലത്തോളം വെണ്ടക്ക നുറുക്കും അടുപ്പൊക്കെ ഇടും. അതേമാതിരി തന്നെ എല്ലാ സാധനവും വെള്ളം വെച്ചതിൻ്റെ ശേഷം മുറ്റത്തു നിന്ന് ഇങ്ങനെ എടുക്കുക, കറിക്ക് ഇങ്ങനെ ഇടുക, മുറ്റത്തു നിന്ന് എടുക്കുക, കറിക്ക് ഇടുക. അപ്പോൾ ഒരു ചിലവില്ല. ആകെ മീൻ മാണെങ്കിൽ വാങ്ങിയാൽ ചീഞ്ഞ മീനപ്പോൾ ആരും വാങ്ങലുമില്ല. പിന്നെ നോക്കിയാണ് ഗൾഫിലാന്ന് വിചാരിച്ചാൽ മടിക്കണം ഞാൻ ഇൻസൈഡ് ചെയ്തു. കണ്ടില്ലേ എൻ്റെ കോലം കണ്ടില്ല നിങ്ങൾ. ഇതിങ്ങനെ കണ്ടാൽ വിചാരിച്ചു നമ്മളിപ്പോൾ അതാ അറബിയൊക്കെ പണിയെടുക്കുക വിചാരിച്ചു കൊടുക്കുക. അറബിയൊക്കെ പണിയെടുക്കണം മാതിരി ഇങ്ങനെ എടുക്കുക. അവിടെ എന്താ പറയുക, സുബിയാൻ കൊടുക്കുമ്പോൾ അങ്ങനെ രാത്രി 12-1 മണി വരെയാണല്ലോ പണിയെടുക്കൽ. അപ്പോൾ നമ്മൾ വിചാരിച്ചു എന്താ പറയുക, നമ്മൾ അത്ര അറബിയൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചാൽ അങ്ങനെ എടുത്താൽ പണി അങ്ങനെ നീളം പോകും. ഓക്കെ, ഇനി നിർത്തുന്നു. ബായ്, അസ്സലാമു അലൈക്കും.